Hi friends, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 7-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും റേഷൻ സംബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10ഓളം അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മളിത് കഴിഞ്ഞ മാസവും പറഞ്ഞിരുന്നു, എങ്കിലും ഈ ഒരു പുതിയ വർഷം തുടങ്ങിയ സമയത്ത് നിങ്ങളെ ഒന്നുകൂടി ഇത് അറിയിക്കുകയാണ്. 2022 റേഷൻ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സ്മാർട്ട് കാർഡ് യഥാർത്ഥത്തിൽ നടപ്പിലാവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. 2022 ഏപ്രിൽ മാസം മുതലാണ് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും സ്മാർട്ട് കാർഡിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുവരെ സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ഒരു കാർഡ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാമെങ്കിലും ഒരു സ്മാർട്ട് കാർഡാണ് എന്ന് പറഞ്ഞ് നടക്കാനേ പറ്റുകയുള്ളൂ. അതൊരു സ്മാർട്ട് കാർഡല്ല. യഥാർത്ഥത്തിലുള്ള സ്മാർട്ട് കാർഡ് 2022 ഏപ്രിൽ മാസത്തിലാണ് എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒരു ATM കാർഡ് രൂപത്തിലുള്ള ചിപ്പൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള കാർഡായിരിക്കും. ഈ കാർഡ് വരുന്നതോടുകൂടി ഇവിടെ സംസ്ഥാനത്തെ 14,000-ഓളം റേഷൻ കടകളിൽ 2,000-ഓളം റേഷൻ കടകൾ സ്മാർട്ടാകും. ഇത്തരത്തിലുള്ള കടകളിൽ നിന്ന് കാർഡ് ഉപയോഗിച്ച് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കറണ്ട് ബില്ല്, വെള്ളം ബില്ല് ഇവയ്ക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. മാത്രമല്ല, ഈ സ്മാർട്ടാകുന്ന റേഷൻ കടകളിൽ 13 സബ്സിഡി സാധനങ്ങൾ, സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലൊക്കെ കിട്ടുന്ന 13 സബ്സിഡി സാധനങ്ങൾ കൂടി ലഭ്യമാകും. മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൂടി ലഭ്യമാക്കുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് 2022 വരാൻ പോകുന്ന വലിയ മാറ്റം. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ കട വഴിയുള്ള അരിയിൽ ഫോർട്ടിഫൈഡ് ചെയ്ത അരി വിതരണം ചെയ്യും. അത് കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരു കാര്യമാണ്, കഴിഞ്ഞ വർഷം നടപ്പിലാക്കും എന്ന് പറഞ്ഞ കാര്യമാണ്. ആ ഒരു ഫോർട്ടിഫൈഡ് ചെയ്ത അരി ഈ വർഷം പൂർണ്ണതോതിൽ നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫോർട്ടിഫൈഡ് ചെയ്ത അരി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അരിയിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ പോഷക മൂല്യമുള്ള അരി രൂപത്തിലുള്ള വസ്തു നിക്ഷേപിക്കുകയാണ്. നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നതോടുകൂടി പോഷകാഹാരക്കുറവുകൾ പരിഹരിക്കാൻ കഴിയും. നിലവിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് സ്കൂളുകളിലൂടെ വിതരണം ചെയ്യുന്ന അരിയിലാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2ാം ഘട്ടമായിട്ട് വയനാട് ജില്ലയിലാണ് BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുക. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ മൊത്തം BPL റേഷൻ കാർഡുകാർക്കും ഇത് വിതരണം ചെയ്യുകയും പിന്നീട് ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള സോള മസൂരി എന്ന് പറയുന്ന അരിയാണ്. ഈ ഒരു അരി നിർത്തലാക്കിയും കൊണ്ട് നമുക്ക് അതിന് പകരം ആന്ധ്രയിൽ നിന്നുള്ള ജയ, സുരേഖ അരികൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. അത് വരും മാസങ്ങളിൽ തന്നെ നടപ്പിലാവാൻ പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിൽ റേഷൻ കട വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിയിൽ പകുതി പച്ചരി വിതരണം ചെയ്യും എന്നാണ്. നിലവിൽ ഇപ്പോൾ 70-30 അനുപാതത്തിലാണ് പച്ചരിയും സാധാ അരിയും വിതരണം ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് 50-50 അനുപാതത്തിൽ വിതരണം ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരു മാറ്റമാണ്. അതും വരും മാസങ്ങളിൽ നടപ്പിലാവാൻ പോകുന്ന വലിയൊരു മാറ്റമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ള റേഷൻ കാർഡുകാർക്ക് ആനുപാതികമായിട്ട് അരി ഉയരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 2 കിലോ അരി, 1 കിലോ അരിയൊക്കെ ഒരു മാസം റേഷൻ കാർഡിൽ കിട്ടിയ മാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 4 കിലോക്ക് മുകളിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഡിസംബർ മാസമായപ്പോഴേക്കും അത് 5 കിലോ ആയി. ഈ മാസമായപ്പോഴേക്കും 7 കിലോ ആയി. 7 കിലോ നിലനിർത്താനോ അതിൽ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കുമുള്ള ഒരു സംശയം, ആകാംക്ഷയുമാണ്, ഇനി നമുക്ക് ഭക്ഷ്യക്കിറ്റ് കിട്ടുമോ എന്നുള്ളത്. ഭക്ഷ്യക്കിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനിയൊരു ഭക്ഷ്യക്കിറ്റ് നിലവിൽ ഇല്ല എന്ന് തന്നെയാണ്. ഇനിയൊരു ദുരന്തകാലം വരികയാണെങ്കിൽ, ഒരു കോവിഡ് മഹാമാരിയുടെ 3ാം തരംഗവും ലോക്ക്ഡൗണൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഭക്ഷ്യക്കിറ്റ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ലാതെ ഇനിയൊരു ഭക്ഷ്യക്കിറ്റ് പ്രതീക്ഷിക്കേണ്ട. ഇനി മറ്റൊരു സാധ്യതയുള്ളത്, BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രം ഒരു ഓണക്കിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി കോവിഡൊന്നും ഇല്ലെങ്കിൽ അത് മാത്രമാണ് ഒരു സാധ്യതയുള്ളത്. അത് നമുക്ക് വരുന്ന ആ സമയത്ത് നമുക്ക് അറിയാവുന്നതാണ്. അതിന് മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട് എന്ന് എപ്പോഴും ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയൊക്കെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് കിറ്റൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BPL റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന സ്പെഷ്യൽ അരി. ആ ഒരു സ്പെഷ്യൽ അരി പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ ഒരു 2022 മാർച്ച് മാസം വരെ നീട്ടി നൽകിയിട്ടുണ്ട്. ആ ഒരു മാർച്ച് മാസത്തോടുകൂടി ഈ ഒരു അരി വിഹിതം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു അരി വിഹിതം ഇനിയും നീട്ടി നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള
ഒരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കോവിഡിൻ്റെ 3ാം തരംഗം രാജ്യത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു അരി മാർച്ചിന് ശേഷവും ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. രാജ്യത്ത് 80 കോടി ആളുകൾക്കാണ് ഈ ഒരു അരി ലഭിക്കുന്നത്. ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. സെൻസസ് നീട്ടിയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ വർഷവും BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റേഷൻ സംബന്ധമായിട്ട് ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റെന്തെങ്കിലും പുതിയ കാര്യമാണെങ്കിൽ ഡെയിലി റേഷൻ അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി മറ്റ് ചില അറിയിപ്പുകൾ കൂടി നോക്കാം. കേരളത്തിൽ 50 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതോടെ ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 280 സംസ്ഥാനത്ത് ഇന്ന് 4649 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 2080 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68,325 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 25,157 പേർ ചികിത്സയിലുണ്ട്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.80 തമിഴ്നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇന്ന് രാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ഞായറാഴ്ച ലോക്ക്ഡൗണും വെള്ളി, ശനി, ഞായർ തുടങ്ങിയ ദിവസങ്ങളിൽ ആരാധനാലയങ്ങളിൽ ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് സ്കൂളുകൾ പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും സ്കൂൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഒമിക്രോൺ കേസുകളുടെ സാഹചര്യം നോക്കി വിദഗ്ധ സമിതി സ്കൂളുകൾ അടക്കണം എന്നുള്ള തരത്തിലുള്ള ഏതെങ്കിലും പുതിയ ശുപാർശ നൽകുകയാണെങ്കിൽ അത് പരിഗണിക്കുമെന്നും ശിവൻകുട്ടി ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. നിലവിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇല്ല. പക്ഷേ വിദഗ്ധ സമിതിയുടെ ശുപാർശ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ആലോചിക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത്. ഭാരത് ബയോടെക്കിന്റെ നേസൽ വാക്സിന് ബൂസ്റ്റർ ഡോസായി പരീക്ഷിക്കാൻ അനുമതി ലഭിച്ചു. ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 8 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനയാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഹോങ്കോങ്. ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, UK, US എന്നിവയാണ് ഇന്ത്യക്ക് പുറമെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റു രാജ്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകും. ഈ മാസം 15-ന് യാത്ര തിരിക്കും. ഭാര്യ കമലയും പേഴ്സണൽ സ്റ്റാഫ് അസിസ്റ്റന്റ് സുനീഷും ഒപ്പമുണ്ടാകും. 29 വരെ ചികിത്സ തുടരും. മിനസോഡയിലെ മയോ ക്ലിനിക്കിലേക്കാണ് തുടർ ചികിത്സക്കായി പോകുന്നത്. എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കും. മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ന് കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടായി. 3 ദിവസം മുമ്പ് പിറന്ന കുഞ്ഞിനെ നഴ്സെന്ന വ്യാജേന ചികിത്സക്കായി കൊണ്ടുപോകുന്ന രീതിയിൽ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്നും കടത്തി. പോലീസിൻ്റെയും ഒരു ടാക്സി ഡ്രൈവറുടെയും ഹോട്ടൽ ജീവനക്കാരുടെയും കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ട് തന്നെ 1 മണിക്കൂറിനകം കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30-യോടെയാണ് സംഭവം ഉണ്ടായത്. സ്ത്രീ ചികിത്സയ്ക്കെന്ന വ്യാജേന കുട്ടിയെ അമ്മയിൽ നിന്നും വാങ്ങുകയായിരുന്നു. കുട്ടിയുടെ ദേഹത്ത് മഞ്ഞ നിറമുണ്ട് എന്നും MICUവിലേക്ക് ചികിത്സിക്കാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞാണ് കുട്ടിയെ അമ്മയുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാത്ത പക്ഷം അമ്മ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കുട്ടിയെ കടത്തിയ വിവരം മനസ്സിലായത്. ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കർശനമായിട്ടുള്ള പരിശോധന നടത്തുന്നതിനിടയിൽ ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ ഹോട്ടലിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന് കളമശ്ശേരി സ്വദേശിനി നീതുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരോടൊപ്പം ഒരു ചെറിയ ആൺകുട്ടിയെയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ പറഞ്ഞ കാര്യം ആണ് ഇനി പറയുന്നത്. തട്ടിക്കൊണ്ടുപോയ നീതു ഇപ്പോൾ പോലീസിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം കളവാണ്. അവരോടൊപ്പം വേറെയും ആളുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നു. ഇത് ഒരു റാക്കറ്റാണ് എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ജാഗ്രത പാലിക്കുക. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.